എന്റെ കുട്ടി 2 നേരം കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും വായിലെ പല്ലുകൾ മിക്കതും ക്യാവിറ്റീസ് ആണ് ഡോക്ടറെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുട്ടി വാ തുറന്നാണോ കിടന്നുറങ്ങുന്നത്? പല ഡോക്ടേഴ്സും പറഞ്ഞു തരാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ക്രോണിക് ആയിട്ടുള്ള മൗത്ത് ബ്രീത്തിങ് മൾട്ടിപ്പിൾ ഡെന്റൽ കേരീസിന് കാരണമാക്കും. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. സലൈവയാണ് നമ്മുടെ വായിലെ നാച്ചുറൽ ആന്റി ബാക്ടീരിയൽ ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. മൗത്ത് ബ്രീത്തിങ് ഉള്ളവരുടെ മൗത്ത് എപ്പോഴും ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ ആന്റി ബാക്ടീരിയൽ ആക്ഷൻ അവിടെ നടക്കുന്നില്ല. പ്രോഗ്രസീവ്ലി അവിടെ ബാക്ടീരിയൽ ആക്ടിവിറ്റി കൂടുന്നു. ഇനി ഈ മൗത്ത് ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കുട്ടികളിൽ അവരുടെ ഗ്രോത്ത് സ്റ്റേജിൽ എന്തുകൊണ്ടാണ് ഈ മൗത്ത് ബ്രീത്തിങ് എന്ന് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം അത് കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പേരൻസ് ഇത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വളരും തോറും അവരുടെ വായിലെ പല്ലുകൾ പൊങ്ങുവാനും അതുപോലെ തന്നെ ഫേസിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനും കാരണമാകും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ റൈറ്റ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡൺ അറ്റ് ദ റൈറ്റ് ടൈം. വെക്കേഷൻ കാലമാണ് ഇതുപോലുള്ള ട്രീറ്റ്മെന്റ്സിന് ഏറ്റവും അനുയോജ്യം. സോ ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ്. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു.